11 മണിയോടുകൂടി അന്തരിച്ച രാഘവന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വർക്കലയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കും. തെരുവനായ വിഷയത്തിൽ മനേകാ ഗാന്ധിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മനേക ഹിപ്പോക്രാറ്റിനെ പോലെയാണ് പെരുമാറുന്നത്. മുഖ്യമന്ത്രിയെ അവഹേളിക്കാൻ മനേകാ ഗാന്ധിക്ക് അധികാരം കൊടുത്തത് ആരാണെന്ന് രമേശ് ചെന്നിത്തല. സുനിൽ അരമാനൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിൽ, ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഒരു വലിയ വികാരം സഭയിൽ ഉയരുന്ന തരത്തിലായിരുന്നോ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ? സംസ്ഥാനത്ത് തെരുവുനായയുടെ ആക്രമണം മൂലം മനുഷ്യർ മരിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായിരിക്കുന്നു. ഇത് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം തന്നെയാണ്. ഇത് എല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള തരത്തിലും അടിയന്തര പ്രമേയത്തിന് ഇന്ന് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയത് സമയം താമസിച്ചതുകൊണ്ട് സ്പീക്കർ തന്നെ നോട്ടീസ് നൽകിയ കെ സി ജോസഫിനോട് ഇന്ന് ഇത് ചർച്ചയ്ക്ക് എടുക്കണമോ അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റണമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അങ്ങനെ നാളത്തേക്ക് ഇന്ന് കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് നാളത്തേക്ക് മാറ്റാം എന്ന് പ്രതിപക്ഷം പറഞ്ഞതിനെ തുടർന്നാണ് ഈ വിഷയം നാളത്തേക്ക് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇത്തരത്തിൽ പറയുമ്പോഴാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം ആളുകൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. ഇത് അത്യന്തം ഗൗരവമാണ്. മേനകാ ഗാന്ധി ഹിപ്പോക്രാറ്റായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നായ്ക്കൾ കടിച്ച് മരണം സംഭവിച്ചിട്ട് പോലും അവരുടെ നിലപാടിൽ മാറ്റമില്ലാതെ അവർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്നു. സംസ്ഥാന മുഖ്യമന്ത്രിയെ പോലും അവഹേളിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്താനും അല്ലെങ്കിൽ അവഗണിക്കാനും ആരാണ് മേനകാ ഗാന്ധിക്ക് ഇത്തരത്തിൽ അധികാരം കൊടുത്തത് എന്നുള്ള ഒരു രൂക്ഷ വിമർശനം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭയിൽ ഉന്നയിച്ചത്. ഏതായാലും വിഷയം നാളെ സഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യും എന്നുള്ള ഉറപ്പാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ആസിയൻ കരാറുമായി ബന്ധപ്പെട്ട ഒരു ശ്രദ്ധ ക്ഷണിക്കൽ വിഷയം വന്നിരുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്, ആസിയൻ കരാറുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര വ്യാപാര കരാർ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ കാർഷിക മേഖല ഒട്ടേറെ പ്രതിസന്ധി നേരിടാൻ പോവുകയാണ്. ഈ വിഷയം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനായി സർവകക്ഷി സംഘം അടക്കമുള്ള കേന്ദ്രത്തെ സമീപിക്കുന്ന ഏതു മാർഗവും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഒരു സബ്മിഷൻ പ്രധാനമായും രമേശ് ചെന്നിത്തല തന്നെ ഉന്നയിച്ചത് ആലപ്പുഴയിലെ പക്ഷിപ്പനി മൂലം താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന സംഭവത്തിലാണ്. ഇതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. ശാസ്ത്രീയ പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമായുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ബ്ലീച്ചിങ് പൗഡർ മാത്രം വിതറുന്ന ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നു. ഇത് മാറ്റിക്കൊണ്ട് കൂടുതൽ ശാസ്ത്രീയപരമായ രീതിയിലേക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ പക്ഷിപ്പനി പരിശോധിക്കാൻ ആവർത്തിച്ച് ഇത്തരത്തിൽ ആലപ്പുഴയിൽ പക്ഷിപ്പനി വരുന്നൊരു സാഹചര്യത്തിൽ ഇത് പരിശോധിക്കാനായി ലാബ് സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിന് മറുപടി ഇപ്പോൾ കെ രാജു സഭയിൽ പറയുകയാണ്. സുനിൽ അരമാനൂരാണ് നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.